നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് കേവലം ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്ക് പൂർണ്ണ ആരോഗ്യവാനാകുന്നു എന്ന് പറയുന്നത്. എന്നാൽ ശാരീരിക ആരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ മാനസിക ആരോഗ്യത്തിന് അത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നല്ല അവബോധം, മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല അവബോധം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലും മെൻ്റലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നാളെ ഭാവിയിൽ പ്രശ്നമാകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുമോ, അല്ലെങ്കിൽ താനൊരു മാനസിക രോഗിയാണെന്ന് മുദ്ര കുത്തപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ചികിത്സകൾ എടുക്കുവാൻ മടി കാണിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ കുട്ടികൾക്ക് പോലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ശരിക്കും എന്താണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെയും എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ, ഒരു സന്തോഷം, ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടും പലർക്കും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം കണ്ടുവരുന്നൊരവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി കൊണ്ടാകാം, ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ കൊണ്ടാകാം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ സമയമെടുത്ത് അത് ഹീല് ചെയ്യാൻ നമ്മളുടെ മനസ്സിനൊരു ശക്തിയുണ്ട്. എന്നാൽ ആ സമയം കൊണ്ടും ഒരു പർട്ടിക്കുലർ പീരീഡ് അതിനുള്ളിലും നമ്മളുടെ മനസ്സിനത് ശരിയാക്കിയെടുക്കാൻ, സ്വയം ശരിയാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് തേടണം എന്നുള്ളത് തന്നെയാണ്. ഈ ഡിപ്രഷൻ അഥവാ വിഷാദം പലരിലും കണ്ടുവരുന്നതാണ്. അതായത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അതിലൂടെ കടന്നു പോകാത്ത മനുഷ്യരൊന്നുമില്ല. അത് നമുക്ക് മാത്രമുള്ള കുഴപ്പമൊന്നുമല്ല. അത് പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകാം, പ്രീമെൻസ്ട്രൽ ഡിപ്രഷൻ ഉണ്ടാകാം, സബ്സ്റ്റൻസി ഓർ മെഡിക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ടാകാം, ചില ഹോർമോൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന വൈറ്റമിൻ മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻസ് ഉണ്ടാകാം, ചില ട്രോമയിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻസ് ഉണ്ടാകാം. ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ഡിപ്രഷൻസ് ഉണ്ട്. അത് ശരിക്കും അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് വെളിയിലേക്ക് വരാനും സാധാരണ ഒരു ജീവിതം നയിക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എപ്പോഴാണ് ഈ ഒരു അവസ്ഥ നമ്മളിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എപ്പോഴാണ് നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നേടേണ്ടത് എന്ന് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ, ഇങ്ങനെ വിഷാദത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതായത് എന്താണ് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഈ ഉറക്കമില്ലാഴിക, ആഹാരം കഴിക്കാൻ പറ്റാതെ വരിക, ചിലർക്കാണെങ്കിൽ ഒരുപാട് ആഹാരം അങ്ങ് ഒരു കൺട്രോളും ഇല്ലാതെ കഴിക്കും. അതുപോലെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ വരിക, എപ്പോഴും സങ്കടം തോന്നുക, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് തോന്നുക, സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവുക, ഇങ്ങനെ നമ്മൾ അൺകൺട്രോളബിൾ ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുക, അങ്ങനെ ഒരു വിരക്തി തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. വളരെ ഈ മൂഡ് സ്വിങ്സ്, ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ പലരും ഉപദേശം കൊടുക്കും, ഇങ്ങനെ അത് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതൊന്നും സാരമില്ല, വെളിയിൽ വരൂ എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രമിച്ചാൽ പോലും വെളിയിൽ വരാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഉണ്ട്, സ്വയം വെളിയിൽ വരാൻ പറ്റാത്തൊരു സ്റ്റേജ്. അത് അങ്ങനെയുള്ളൊരു വിഷാദത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന പല കെമിക്കൽസും ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെയാണ് നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ ആവശ്യമായ പ്രചോദനം നൽകുന്നത്, സന്തോഷം നൽകുന്നത്, ആ ഒരു എനർജി നൽകുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട് ബ്രെയിൻ ഉണ്ടാക്കുന്ന ഈ കെമിക്കൽസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം, ബാലൻസ്ഡ് അല്ലാതെ വരുന്ന സമയത്ത് നമ്മളിൽ അത് മാനസികമായിട്ടുള്ള രോഗപ്രശ്നങ്ങളായിട്ട് നമ്മളിൽ അത് ഉണ്ടാകും. നമുക്ക് വിഷാദം ഉണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകും, ഓവർ സ്ട്രെസ് ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ഉണ്ടാകും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അതും പ്രോപ്പറായിട്ട് എന്താണ് കാരണം അല്ലെങ്കിൽ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടർക്ക് മാത്രമാണ് കഴിയുന്നത്. അത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചാലും നമുക്കതുകൊണ്ട് കഴിയണമെന്നില്ല.
അതുപോലെ എല്ലായ്പ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളെ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റും എന്നൊരിക്കലും ചിന്തിക്കരുത്. എന്തെങ്കിലും തോട്ട് പ്രോസസ് കറക്ഷൻ ഉണ്ടെങ്കിൽ അതിന് കൗൺസിലിങ്സും തെറാപ്പീസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ശാരീരികമായി ഉണ്ടാകുന്ന പ്രശ്നമാണ്, ശാരീരികമായി ഉണ്ടാകുന്ന എന്തെങ്കിലും ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷനോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മെഡിക്കേഷൻ ആവശ്യമാണ്. അതെടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. പലപ്പോഴും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് പോകാൻ വിമുഖത കാണിക്കുന്ന മനുഷ്യരാണുള്ളത്. അതെന്തോ ഒരു കുറവാണ്, അതല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കും. നമുക്ക് തന്നെ അറിയില്ലേ, ഇപ്പം ഷുഗർ പേഷ്യൻസ് ഒരുപാട് നമ്മുടെ ചുറ്റിനുമുണ്ട്. എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഷുഗർ സപ്ലിമെൻറ്റ്സ് കഴിക്കാറുണ്ട്, അല്ലെ, മെഡിസിൻസ് എടുക്കാറുണ്ട്, ഇൻസുലിൻ എടുക്കാറുണ്ട്. അതിനൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ല. അത് എത്ര നാൾ എടുക്കുന്നതാണെങ്കിലും നമ്മളത് ചെയ്യും. ഇങ്ങനെ ഏത് രോഗങ്ങൾക്കും നമ്മൾ മരുന്നുകൾ എടുക്കും. പക്ഷേ ഈ ഒരു അവസ്ഥ വരുമ്പോഴേക്കും ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രയാസമായിട്ട് മാറുന്നതും. അങ്ങനെയല്ല, ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും. അത് ആ ഡോക്ടർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ചിട്ട് നിങ്ങളെ ലീഡ് ചെയ്യാനും സാധിക്കും. അത് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ തെറാപ്പീസും തോട്ട് പ്രോസസ് കറക്ഷനും അതോടൊപ്പം തന്നെ ഈ മെഡിക്കേഷനും ചില കേസുകളിൽ ആവശ്യമുണ്ട്. ആ സമയത്ത് ഒരു വിമുഖതയും കാണിക്കാതെ നമ്മളത് സ്വീകരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണം പോലും കൂടാതെ ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസിയും ഒക്കെ ഉണ്ടാകാം. അത്രമാത്രം ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ പോലും ഉണ്ടാകാം. അങ്ങനെ ജീവിതം കൈവിട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകാം. അപ്പം അതൊന്നും വരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നമ്മൾ എടുക്കുക തന്നെ വേണം. അതിന് ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. മാത്രമല്ല, കുട്ടികൾക്ക് പോലും ചില അവസ്ഥകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് മനസ്സിലാക്കി വേണം മാതാപിതാക്കൾ പെരുമാറാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ ഭാവിയെ തകർക്കുന്ന അവസ്ഥകളിലേക്ക് ഒക്കെയും നയിച്ചെന്ന് വരാം. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്, നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഏത് രീതിയിലാണെങ്കിലും സംരക്ഷിക്കേണ്ടതിന് അത് ഒരു വലിയ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ അതിനെ മാനേജ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഓരോരുത്തരും തേടേണ്ടതും ആവശ്യമാണ്.